ശക്തമായ കാറ്റിൽ തിരുവല്ല മീന്തലക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലേക്ക് ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. നട തുറക്കുന്നതിന് തൊട്ടു മുൻപാണ് മരക്കൊമ്പ് വീണത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി. രാഹുൽ, എത്രത്തോളം വലിയ നാശനഷ്ടമാണ്? യതീഷ്, ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിൽ മഴയും വലിയ കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റിലാണ് ഈ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ആൽമരത്തിൻ്റെ ഒരു വലിയ കൊമ്പ് ഈ മേൽക്കൂരയിലേക്ക് പതിച്ചത്. മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളില്ല, നാശനഷ്ടമില്ല എന്നാണ് അമ്പല കമ്മിറ്റി ഉൾപ്പെടെ പറയുന്നത്. അപ്പോഴും ഈ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇത് വൈകുന്നേരമായതുകൊണ്ട് തന്നെ നട തുറക്കുന്നതിന് മുൻപായിരുന്നു. ഭക്തജനങ്ങളോ പൂജാരിയോ ആരും ഇല്ലായിരുന്നു. ശ്രീകോവിൽ തൊട്ട് മുകളിലുള്ള പ്രദേശത്തേക്കാണ്, ആ ഭാഗത്തേക്കാണ് ഈ മരക്കൊമ്പ് വീണത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മഴയുടെ സാന്നിധ്യമുണ്ട്. ഒപ്പം ഈ കാറ്റും പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശം എന്തായാലും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. അതായത് കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ അപകട സാഹചര്യത്തിൽ നിൽക്കുന്ന മരങ്ങൾ അത് കൃത്യമായി അറിയിക്കുക, അത് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ അത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനം മീന്തലക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലേക്ക് ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. അവിടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. എത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ നിന്നിരുന്ന മറ്റേ ആൽമരം അത് തിരിഞ്ഞ് കാറ്റത്തടിച്ച് ഇതിൻ്റെ മേളിൽ വീഴുകയാണ്. മരം നേരത്തെ മുതലേ ആ ഒരു കണ്ടീഷനിലാണ്. ഇത് വെട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് വെട്ടണം എന്ന് നേരത്തെ അവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നൊക്കെ വിവരം വന്നായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അപകടാവസ്ഥയിലായിരുന്നു ആലിൻ്റെ കൊമ്പുകൾ. അപ്പോൾ ദേവസ്വം ഭരണാധികാരികളോട് പലപ്പോഴും നമ്മളെ ഇത് ആവശ്യപ്പെടുകയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ അനാസ്ഥപരമായ ഇതായിരുന്നു. ഇനിയെങ്കിലാണെങ്കിൽ തന്നെയും പല ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള സകല ഇതും ജീർണാവസ്ഥയിൽ